എന്റെ കുട്ടനളിയാ, എന്തൊരു കിടപ്പായിരുന്നു. ദുബായിന്ന് ഒരു എന്തെല്ലാം ഞാൻ കൊണ്ടതിനെ അറിയോ? ഒരു ഐഫോൺ, 3-4 പേഴ്സ്, 2 സ്പ്രേ. ഇതെല്ലാം ഞാനിനി ആർക്കാണ് കൊടുക്കാൻ? എന്റെ കുട്ടനളിയാ, എന്റെ കരണാണ് പോയത്. അയ്യോ, എന്തെങ്കിലും ഒന്ന് പറയാൻ അളിയാ. ദുബായിന്ന് ഞാൻ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടോണ്ടി വരില്ല എന്റെ പൊന്നളിയാ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു വാച്ച് പോലും മേടിച്ചു തന്നില്ല. എന്റെ കൊച്ചിന്റെ കൺമിഷൻ പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. കള്ളൻ, പിശിക്കനവൻ. ഓ, എങ്ങനെയുള്ളവനാലും എത്തിയല്ലോ. ഇനി നമുക്ക് കാര്യങ്ങളൊന്ന് വേഗമാക്കാം. എന്ത് കാര്യം? നമുക്ക് പോണ്ടേ? ഇവിടെ കിടന്ന് വെയിൽ കൊണ്ടാ മതിയോ? മരിച്ചില്ലേ? ഇല്ല മരിക്കുന്നില്ല. അതങ്ങനെ ശരിയാവാ? അത് നിങ്ങളെ തീരുമാനിക്കാം. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു. ഞങ്ങളുടെ ഓരോ മുദ്രാവാക്യം. മരിച്ചെടുക്കുന്ന അളിയനെ കത്തിക്കാൻ കൊണ്ട സമയം. എന്റെ അളിയന് ഒരു പാർട്ടിയിലും വിശ്വാസമില്ല, എനക്കുമില്ല. ഡോക്ടറെ നമസ്കാരം. ബോഡി എടുക്കാറായോ? എടുക്കാറായി തോന്നുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ കാണാൻ കൊള്ളാവുന്ന നഴ്സുമാർക്ക് കാറ് മേടിച്ചു കൊടുക്കുന്ന സ്വഭാവം എന്റെ ദുബാരില്ല. ദിനേശ, നിന്റെ ഭാര്യയ്ക്ക് ഒരു കാറ് വാങ്ങാനുള്ള ലോൺ എടുത്തു കൊടുക്കാൻ സഹായിച്ചു എന്നുള്ളത് സത്യ. പക്ഷെ ആ കാറ് കാരണം എന്റെ ജീവിതം തകർന്നത് അറിയോ? ജീവിതം തകർന്നത് കാറ് കൊണ്ടല്ലോ നിന്റെ ഭാര്യ. ദിനേശ, ഇതൊരു മരണ വീടാ ദിനേശ, അത് നീ മറക്കരുത്. ഒരു മരണം വിട്ട് 2 മരണം എന്താ കുഴപ്പമുണ്ടോ? ഇല്ലല്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങളെ കൊല്ലാനാ ഞാൻ വന്നത്. ഓ, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. തൽക്കാലം ഞാൻ ആ ബോഡി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോഴേക്കും എന്നെ എങ്ങനെ കൊല്ലണം, എവിടെ വെച്ച് കൊല്ലണം എന്നുള്ളതൊക്കെ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ച് വെക്കേ കേട്ടാ. അല്ലേ, ഈ ഗോപൻ ഡോക്ടറെ നീ ശരിക്കും അറിയില്ല കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? എന്താണ് ദിനേശ ഈ ചെയ്യണത്? ഒന്ന് അടങ്ങടോ. ആ ദിനേശം വന്നിട്ടുണ്ട്, മെമ്പറൊന്ന് സൂക്ഷിച്ചോ. അവൻ എന്നൊന്നും ചെയ്യില്ല. ആ പെണ്ണ് അധ്വാനിച്ച കാശുകൊണ്ട് ഒരു കാർ വാങ്ങി. അതിന് ഭർത്താക്കന്മാരെ അഭിമാനിക്കല വേണ്ടേ? ചത്താലും ഈ ദാഹിക്കുന്നതന്നെ. അതുണ്ടാവും. അത് ഈ ചെരുപ്പിടുന്നത് വരെ മനുഷ്യന്റെ ചാപല്യങ്ങളൊക്കെ ആത്മാവിനും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവൂല്ലേ? എന്നൊരു ചായ കുടിച്ചിട്ട് വന്നാലാ? നീ ഈ ചെരുപ്പിടും, നിന്റെ എല്ലാ പരവേശവും മാറും. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ തിരിച്ചിടുന്ന പ്രശ്നമില്ല. എന്നാ വാ, വീടിന്റെ പിന്നാമ്പുറത്തോട്ട് പോവാം. നിനക്ക് കുടിക്കാൻ വല്ലതും വാങ്ങിച്ചു തരാം. നടക്കും. അതൊക്കെ നടക്കും. മെമ്പറുടെ പ്രതിച്ഛായ നാശാവണ കാര്യ. എന്ത് പ്രതിച്ഛായ? ഞാനിവിടെ സ്വതന്ത്രമായി നിന്ന് ഒരു പാർട്ടിയുടെ സപ്പോർട്ടിലാണ് ജയിച്ചു. അതിൽ നാട്ടുകാർക്ക് എന്നുള്ള മതിപ്പോണ്ട. എലക്ഷൻ ഫണ്ട് വരും. പേടിപ്പിക്ക പറഞ്ഞോന്നല്ലോ. മെമ്പറേ, ദിനേശ, നിങ്ങളും ഡോക്ടറും മറ്റവളും തമ്മിലുള്ള ചിത്രം എനക്ക് വാട്സാപ്പിൽ കിട്ടീനി. അത് ഗ്രൂപ്പിലിടാൻ അറിഞ്ഞിട്ടല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത്. എന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ? ആ പട്ടി, അവളെ ഞാൻ എന്നെ ഡിലീറ്റ് ചെയ്തു. എന്നാലും മെമ്പറെ, എന്നോട് ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ദിനേശ, ഇതൊക്കെ AI-ന്റെ കളിയല്ലേ? പ്രതിപക്ഷക്കാർ എന്നെ കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ? രാഷ്ട്രീയത്തിലൊക്കെ പതിവല്ലേ? എന്റെ പിൻബലത്തിലാണല്ലേ കളി. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് 5 വോട്ട് ചെയ്തിട്ടാ തിരിച്ചു പോയത്. ആ 5 വോട്ടിന്റെ പിൻബലത്തിലാണ് ഈ മെമ്പർ സ്ഥാനം. ദിനേശ, അതിവിടെ പറയല്ലേ, നാട്ടുകാർ കേൾക്കുന്നു. ഡോക്ടർ എനക്ക് തനിച്ച് കിട്ടും, മെമ്പർ എനക്ക് കിട്ടൂല. അതാ ഞാൻ വന്നത്. ദിനേശ, എന്റെ അളിയനോട് മരിച്ചു കിടക്ക. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കില്ലേ? അളിയൻ ചത്തോണ്ട് എന്റെ പെങ്ങളെ രക്ഷപ്പെട്ടു. ഞാൻ അളിയനെ കാണാനൊന്നല്ല വന്ന്, ഈ തെണ്ടിയെ കാണാനാ വന്ന്. ഞാനോ ഇത് പിടിച്ച അടിക്കേ? അടിച്ചാ കഴിഞ്ഞു. ഇതൊരു മരണ വീടല്ലോ. നിനക്ക് ചായയല്ലേ വേണ്ടത്? എനിക്ക് ഈ വെള്ളമാണേലും അത് നിഷിദ്ധമാണ്. എന്ത് ഇഷ്ടം? ഇത്രേ യാത്ര ചെയ്യാനുള്ള കാലിന്റെ കൂടെ. അപ്പൊ എനിക്ക് രസത്തിന് വേണ്ടിട്ട് ഒന്ന് എന്തെങ്കിലും ചെയ്താ എടുത്തോ. കിട്ടില്ല. ഇങ്ങനെ അടിക്കല്ലേ, നിന്റെ ചങ്കുപാടി. ചങ്കുവാടാൻ 8 മണിക്കൂറായിട്ട് മൊത്തം പാടിയതല്ലേ? നിങ്ങളുടെ കൂടെ വരാൻ പോവല്ലേ? ഇനി ഇങ്ങനെ കൂടി ചാകൊടിച്ച് നടക്കാൻ പറ്റില്ല. നിന്റെ ചെത കത്തിക്കാൻ സമയമായി. അതിനിടയ്ക്ക് എന്റെ പുറകെ ശല്യം ചെയ്തിട്ട് ഇടിച്ച കൂമ്പ വട്ടി ഇടിച്ച കൊല്ലുന്ന എന്തായാലും ദൈവത്തിനെ പറഞ്ഞോളാം. പൊട്ടിയാ?
ലാഗ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡിലാക്കണോ. ഞാനാണല്ലോ ദൈവമേ കത്തുന്നേ. ഈ ഉടായ്പോണെന്ന് എന്റെ അടുത്ത് വന്നേക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? ചിത കത്തി തുടങ്ങി. ഇനി നിന്റെ ഉടായിപ്പൊന്നും ഇവിടെ നടക്കൂല. അല്ല, എന്നെ ഇത്ര ചെറുപ്പത്തിൽ പിടിച്ചോണ്ട് പോകാൻ തനിക്കെന്താണോ ഇത്ര സൂക്കാണ്? തന്നെ പോലൊരു ചെറുപ്പക്കാരനല്ലേ, അതാ നോക്ക്. ഒരു എതിർപ്പില്ലാതെ അന്തസ്സായിട്ട് ചെരുപ്പിട്ടോണ്ടിരിക്കുന്നത്. പേടിച്ചിട്ടല്ലേ? നല്ല സുഖ. ഞാനിടാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാനും ഈ സാറും തമ്മിലൊരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ് നടക്കാത്ത ഈ സാധനം ഇടുന്ന പ്രശ്നമില്ല. അല്ല, ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? 8 മണിക്കൂറായിട്ട് എന്നെ പുറകെ നടക്കണു. ഞാൻ മേടിച്ചിട്ടില്ല, എനിക്കൊരു പ്രശ്നമില്ല. അയ്യോ, ഇത് ഇട്ടാ ഭയങ്കര സുഖമാണ്. നല്ല സുഖമാണ്. കേറ്റിട്ടുണ്ടെങ്കിൽ നിന്നോട്ടാ. ഈ സർക്കാരും ഗവർണറും പോലെ ആവല്ലേ? അങ്ങനെ ഇടും. ശരത്തെ, നമ്മുടെ മെമ്പറുടെ അവസ്ഥ ഇപ്പൊ എന്താ? ICUലാണ്. ഒന്നും പറയാറായിട്ടില്ല. ഞാനാ അതാ ഡോക്ടറുടെ പരിപാടിയാ. എന്റെ കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശടിച്ച് മാറ്റാനേ. ആയിക്കോട്ടെ. നമ്മുടെ കുട്ടന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി. എങ്ങനെ മരിച്ചു? എങ്ങനെയാ? പുറത്തു പറയാൻ പറ്റാത്തൊരു മരണമാണ്. പറയാൻ പറ്റാത്ത കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എയ്ഡ്സ് വല്ലതായിരിക്കും. എന്താണെങ്കിലും ഒന്ന് പറ, നമ്മൾ എല്ലാരും ഒക്കെ ഒന്ന് അറിയട്ടെ. അത് തൊണ്ടയിൽ ചിക്കൻ്റെ എല്ല് കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ചിക്കന്റെ എല്ല് മാട്ട കള്ളം കുടിച്ചിട്ട് ബിരിയാണി വല്ലതും വാരി വലിച്ച് തിന്നെയാണെന്നേ. അല്ലേലും ഇച്ചിരി അക്കറന്ന് കൂടുതലുണ്ട്. സത്യാണ്. കേട്ടില്ലേ? അയ്യോ, നമ്മളെ കണ്ണു മുമ്പ് അങ്ങെടുത്തു. പാസന്റേല. അല്ല, എന്റെ പാസ്. ഞാൻ പറയുന്നോന്ന് കേൾക്ക്. എനിക്ക് നിന്റെ കൂടെ കിടന്ന് ഓടാൻ വയ്യ. അതെ, ഒരു മോഹം സാധിക്കാതെ എന്നെ കൊന്നില്ലേ? അത് പോട്ടെ. എന്നാ മരിച്ച കാരണത്തിന് വേണ്ട ഒരു മാന്യത. ഇത് മഹാമോശമായി പോയി. ഓ, അത് നാട്ടുകാർ പറഞ്ഞ പോലെ നീ മദ്യപിച്ചിട്ട് വല്ലതൊക്കെ വാരി വലിച്ച് തിന്നു കാണും ഇല്ലേ? അതല്ലേ സത്യം. എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടല്ലോ സാധനം ഊരിയ പള്ളകള്. അത് ഇട്ടതാ കുട്ടാ, ഊരാൻ പറ്റത്തില്ല. ഇതൊരു കോപ്പിലാണായി പോയി. അതിരിക്കട്ടെ, നീ എവിടെന്നാ ഈ ഭക്ഷണം കഴിച്ചതെന്നല്ലേ? കോഴി കറിയൊക്കെ. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ബിരിയാണി കഴിച്ച്. അറിയോ? ഹലോ, ഷിനിഗാമി സ്പീക്കിംഗ്. പറയണോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ആ കുട്ടനൊന്നൊരു ആത്മാവേ ചെരുപ്പിടാൻ കൂട്ടാക്കുന്നില്ല. അയാൾക്ക് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കോ ഒന്ന് അറിയണമെന്നുണ്ട്. ശരി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ വൈകും. വേഗം വന്നേക്കണം. ഓക്കെ സാർ. നാറ്റിക്കരുത് കേട്ടോ. അങ്ങയുടെ പേര് കളങ്കപ്പെടുത്തുന്ന ഒന്നും ഞാനിവിടെ ചെയ്യത്തില്ല. എന്തിനാ ഈ കോട്ട്? സോറി, ഈ വേഷത്തിൽ അങ്ങോട്ട് പോകാൻ എന്നെ നിർബന്ധിക്കരുത്. അല്ലെങ്കിലേ കോമഡിയാ, ചുറ്റും കോമഡിയന്മാരും. ഓക്കെ സാർ, താങ്ക് യു. വാസേട്ടാ, ദിനേശൻ എപ്പോഴാ വരിക? അതെനിക്ക് എങ്ങനെ അറിയാം? അല്ല, ദിനേശൻ വന്നാലല്ലേ. നല്ല ആളോടെ ചോദിച്ചു. മുടിയും വന്നിട്ടുണ്ട്. എന്തു? അവൻ എന്നെ കാണാൻ വന്നേക്കുന്നല്ല, നമ്മുടെ കൊച്ചിനെ ശല്യം ചെയ്യാൻ വന്നേക്കുന്ന. ദേവന് നോട്ടം കണ്ടോ? ആ കൊച്ചിനെ നോക്കുന്നുണ്ടോ? സൂക്ഷിച്ചോണം, പല പരിപാടിയാവും കാണിക്കും. കുട്ടാ,
നിങ്ങൾ പോയില്ലേ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റും? നിന്റെ ചിത എന്താ എടുക്കാത്ത? എന്റെ ചിതയിലേക്ക് എങ്ങനെ എടുക്കുന്നത്? എന്റെ ഒരു പരട്ടേളയും ഗൾഫിൽ നിന്ന് വരാറുണ്ട്. അവൻ വരാതെ എന്റെ ചിതയിലേക്ക് എടുക്കുകയില്ല. സാറൊരു കാര്യം ചെയ്യേ, എല്ലോടെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയായിരുന്നു ആരെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചോണ്ട് പോകും. അങ്ങനെ കണ്ണി കണ്ടവരൊന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അല്ല, ആരെ കിട്ടില്ല ഒരു കാര്യം ചെയ്യാം. ഗവൺമെന്റ് ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് അല്ലേ, അവിടെ ചികിത്സ കിട്ടാതെ കിടക്കുന്നുണ്ട്. അവരെ പിടിച്ചോണ്ട് പോകും. എനിക്ക് കുറെ കാര്യങ്ങൾ നടക്കാണ്ട് അത് കഴിയാൻ പറ്റില്ല. എന്നെ പിടിക്കാൻ മാത്രം തന്നെ ചപ്പാലോ അവന്റെ അഹങ്കാരം തീരും. ഉത്തരാത്മാവ് നാട്ടിൽ വേറെ ആരുമില്ല. എൻ്റെ വാസു, എടാ ഇതൊക്കെ സഹിച്ചിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? നിങ്ങൾ നടക്കുന്നത് ഞാൻ കുറെ കണ്ടതല്ലേ. അനക്കൊന്ന് പൊട്ടിക്കറിഞ്ഞൂടാ, അനക്കൊന്ന് പൊട്ടിക്കറിഞ്ഞൂടെ? ആരോട്? ചന്ദ്രി, എന്റെ കെട്ടിയും പോയപ്പോ എന്നൊന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഈ കുട്ടേട്ടനും വാസേട്ടനെ ഉണ്ടായിരുന്നുള്ളൂടി. ഇപ്പൊ എന്റെ കുട്ടേട്ടൻ പോയില്ലേ? അതെ, ആ സിന്ധുവിനില്ലാത്ത വിഷമാണോ നിനക്ക്? അപ്പൊ ഇനി വാസേട്ടൻ പോയ നീ ഇല്ലാണ്ടാവോ? കള്ളക്കരച്ചും കാണിച്ച് നിൽക്കുക. ഈ കണ്ണീരും കൈയുള്ളടത്ത് എന്നും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ഗതികേടല്ലേ. എത്ര ശമ്പളം കിട്ടിയാലും ഈ പണിക്ക് നിൽക്കണ്ടായിരുന്നു. സാറേ, സാറിന് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ സാറ് പോയിട്ട് പിന്നെ വന്നാൽ സാറേ. അത് ശരിയാവൂല. അങ്ങനെയാണെങ്കിൽ ഇതും ശരിയാവൂല. നീ ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. എനിക്ക് നിങ്ങൾ പോകണമെന്നൊരു നിർബന്ധമില്ലെന്നേ. കുട്ടാ, തമാശ പറയാനുള്ള സമയമല്ല ഇത്. എന്റെ അവസ്ഥ കൂടെ നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. രണ്ട് കാര്യമോ? ഒന്ന് മനസ്സിലായി, മറ്റെന്താ? അതൊരു രഹസ്യ കാര്യം പറഞ്ഞാലല്ലേ അറിയുള്ളൂ. പണ്ട്, വളരെ പണ്ട് പരശുരാമൻ കേരളം ഉണ്ടാക്കി എങ്ങനെയാണെന്നറിയോ? ഇതൊക്കെ ആർക്കാ കുട്ടാ അറിഞ്ഞൂടാത്തത്? നീ കാര്യത്തിലോട്ട് വാ. ഞാൻ കാര്യം തന്നെ പറയുന്നത്. അദ്ദേഹം അന്നൊരു മഴുവെടുത്ത് അത്യാവശ്യം നല്ല വീശി ഒരു ഏറെറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത്. പിന്നെ നമ്മൾ ആ കേരളത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, ചർച്ച ചെയ്തിട്ടുള്ളൂ. എന്നാൽ മഴുവിനെ കുറിച്ച് ആരേലും ഓർത്തോ? ആ മഴു കാലങ്ങളോളം കുളത്തിലെ ചെളിയിൽ പൂണ്ടു കിടക്കുകയായിരുന്നു. ഇവിടെയല്ല, കന്യാകുമാരിയിലൊരു കുളത്തില്. ആ കുളത്തിൽ മീൻ പിടിക്കാൻ പോയ രണ്ടുപേരും മുങ്ങിച്ചത്ത്. ചെളിക്കുള്ളിൽ പൂണ്ടു കിടന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ചിലർ കുളവും കൊണ്ട് പറ്റിച്ചു. അവിടെ നിന്നും ആ മഴു കിട്ടി. കോടുകൾ വിലമതിക്കുന്ന ആ മഴു ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? എങ്കിൽ കേട്ടോ, ഞാൻ ആ മഴു എൻ്റെ വീടിൻ്റെ ഒരു മൂലയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളത് വാങ്ങാന്ന് പറഞ്ഞ് ഏറ്റിട്ടുണ്ട്. അത് കൊടുത്താൽ പിന്നെ ഞാൻ കോടീശ്വരനാണ്. അത് കൊടുക്കാൻ സാറിന് അനുവദിക്കണം. എൻ്റെ ഭാര്യ മോളും സമാനമായിട്ട് ജീവിക്കാനിട്ട് എനിക്ക് സാറിനൊപ്പം വരാമല്ലോ. കുട്ടാ, നീ എന്താണ് ഈ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? പരശുരാമന്റെ കയ്യിലെ മഴു നിന്റെ കയ്യിലിരിക്കുന്നെന്നോ? ഞാൻ കാണിച്ചു തരാം. മഴുവൊക്കെ കൊണ്ട് അവിടെയാണോ വെക്കുന്നത്? ഇവിടെ അല്ല, എൻ്റെ വീട്ടില് ഒരു മൂലയില്. ആരെങ്കിലും വരൂടോ? ഇവിടെ നിന്ന് ആരും വരില്ലടോ. വെള്ളം കുറച്ച് അതോടെ നിക്കട്ടെ, നീ കാര്യം പറ. കാണിച്ചതാ ഇതിൻ്റെ അടിയിലുണ്ട്. എനിക്കതെടുക്കാൻ പറ്റൂല്ലോ. എന്നാ അവിടെ ഇരിക്കട്ടെ. നിനക്ക് ഈ മഴു എങ്ങനെ കിട്ടി? ഈ പുരാവസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളുടെ അടുത്ത് പെയിന്റിന്റെ പണിക്ക് ഞാൻ പോയി. അയാൾ തന്നെ എനിക്ക് മഴു. മനുഷ്യ സ്നേഹിയായ ഒരാളാ. ഞാൻ നന്നായിക്കോട്ടെ നേരി തന്നായിരിക്കും. എടാ എന്റെ കുട്ടാ, നീ പത്രമൊന്നും വായിക്കാറില്ലേ? അവനൊക്കെ ഭൂലോക ഉടായിപ്പാ. ആയിക്കോട്ടെ, അയാൾ ജയിലിലാണെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ കയ്യിലുള്ള മഴു ഒറിജിനല്ല. ഒരു കോടീശ്വരൻ അത് കണ്ട് കച്ചവടം ഉറപ്പിച്ചതുവാ. അയാൾക്കത് വിദേശ മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. നല്ല ഒരു തുക എനിക്ക് അഡ്വാൻസ് തന്നതുവാ. കൊലപാതകമാണെങ്കിൽ ദേഹത്ത് മുറിവ് കാണില്ലേ? അതിനൊക്കെ അത്ര സൂത്രണ്ടോ? മുറിവേൽപ്പിക്കാതെ കൊല്ലാലോ. മുഖം നോക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ആ, എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അപ്പറിയാലോ. വരട്ടെ, അപ്പം കാണാം. സത്യമായിട്ടും കുട്ടാ, എനിക്കറിയില്ല കേട്ടാ. നിന്നെ പോലെ തന്നെ നീ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്.
എന്നാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അതിന്റെ ഇടയിൽ ഈ മെടുക്കച്ചോടം നടക്കുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാ. താൻ അയാളെ പിടിക്കാൻ പോയിട്ട് ഇപ്പൊ മഴുക്കച്ചോടം തുടങ്ങിയോ? എടാ നാറി തുപ്പലെന്നക്കി കൊണ്ട് എന്നെ നെഞ്ചത്തേക്ക് വെക്കേ. 10 പൈസയുടെ ഉപകാരമില്ലാത്തവൻ. അവന്റെ അത്തപ്പൂക്കളോ നോക്കണ്ടോ, ഞാൻ എല്ലാം കാണുന്നു. നാട്ടുകാരെ കാണിക്കാൻ നടക്കുന്ന എന്തു പറ്റി? ജീവിച്ചിരിക്കുമ്പോ ഒരു 100 രൂപ കടഞ്ഞു വെച്ച് കഴിഞ്ഞാ ഇല്ല എന്ന് പറയുന്ന ഒരുത്തൻ ഒരു റീത്തും ചെന്നുകൊണ്ട് വന്നു നോക്കാം. എന്റെ നെഞ്ചത്തോട്ട് വെക്കാം. സെക്കൻഡ് ഹാൻഡ് ആന്ന് ഏതോ ശവത്തെ നിർത്തുകൊണ്ട് വന്ന് അതെനിക്ക് ഉറപ്പാ. എന്നെ പെറ്റി എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എവിടെയെങ്കിലും വെക്കത്തില്ലേ? ഏയ്, അവിടെ കൊണ്ട് വേണം വെക്കാം നമുക്ക്. ഇതെപ്പോഴും കൂടെ വേണം. ഷിനിഗാമിക്ക് അത് നിർബന്ധമാണ്. ഷിഗിരാഗ്മി അങ്ങനെയാണോ പേര്? 3 വർഷം ജപ്പാനിൽ കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ കിട്ടിയ ഡോക്ടറേറ്റാ ഷിനിഗാമി. ഇതിന്റെ മൂല്യം കുട്ടൻ അറിയാഞ്ഞിട്ടാ. എന്താകർഷകമാണ് അല്ലേ? ഉദയൻ ഒരെണ്ണം എടുക്കട്ടെ. സമയമുണ്ട് ഇല്ലേ? കേൾക്കാൻ പറ്റൂല കുട്ടാ. എടാ വാസുഡേ, ഇന്നലെ രാത്രി ഞാൻ കുട്ടനെ അന്വേഷിച്ച് നടന്നായിരുന്നല്ലോ, കണ്ടായിരുന്നു? കേട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. നിന്നെ ആളുകൾ സംശയിക്കത്തുള്ളൂ. നാട്ടുകാരാണെന്ന് ഞാൻ നോക്കില്ല. അടിച്ച് മോന്തയുടെ ഷേപ്പേ മരുകളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും അളിയൻ വന്നിട്ടേ നിന്നെ ദഹിപ്പിക്കത്തുള്ളൂ. കുറച്ച് സമയം കൂടെ ഉണ്ട്. ഞാനൊരു സൂത്രം പറയട്ടെ. എന്നതാ? നീ എങ്ങനെയാ മരിച്ചത് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? എവിടെ അന്വേഷിക്കാൻ? എന്നാലും മരിക്കാനൊരു കാരണം വേണ്ടേ? എന്നാൽ എന്തൊക്കെയാ ഉണ്ടായെന്ന് നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. വല്ല തുമ്പും കിട്ടിയാലോ? കുട്ടാ, നിന്റെ ചിത എരിഞ്ഞടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ശരത്തും കൂട്ടരും വാസുവിനെ തല്ലണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാറേ. എമ്പറേ, എമ്പർക്കും ഒരു അഭിപ്രായം പറയാനുണ്ടോ? ലൗകിക ജീവിതം ഞാൻ വെടിഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. ഇതൊന്നും നമ്മളെന്നോടിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല സാറേ. നമുക്കെൻ്റെ വീട് വരെ ഒന്ന് പോവാം. എന്തിന്? എനിക്ക് സിന്ധുവിനെ കാണണം. ആ മഴ എടുത്ത് അവളെ ഏൽപ്പിക്കണ്ടേ? അത് മാത്രമേ സാറേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. വീട്ടിലേക്ക് തിരിച്ചു പോക്കേണ്ടി നടക്കൂല. അല്ല, അത് കിട്ടിയ സിന്ധു മോളും രക്ഷപ്പെടിയല്ലേ സാറേ? അങ്ങനെ ആകുമ്പോൾ എനിക്ക് സാറിൻ്റെ കൂടെ മനസ്സമാനമായിട്ട് വരാമല്ലോ സാറേ. മഴ ഇരിക്കുന്നതാ സിന്ധുവിന് അറിയില്ലേ? അവള് വിറ്റോളും. അല്ല സാറേ, അതാണ് പ്രശ്നം. ഞാൻ ഈ മഴുവിൻ്റെ കാര്യം ഇന്നേ വരെ സിന്ധുവിനോട് സംസാരിച്ചിട്ടില്ല. അത് തന്നെയല്ല, അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം സിന്ധുവിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ക്ഷമിക്കണം, ഏത് മഴുവിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, ഞങ്ങൾ വേറൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക സാറേ. ഒന്ന് മാറിയിക്കാൻ പറഞ്ഞോ സാറേ. ഇവനൊക്കെ വേറെ മഴുവിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാരെ ഇവരൊക്കെ. ഇടപെടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതി വന്നത്. വേണ്ട, ഇതാണ് സുഖം. ഞാനൊരു സംശയം പറയാം. മഴുവിന്റെ കാര്യം വാസുവിനറിയാം. നിന്നെ കൊന്നാൽ ആ മഴു വാസുവിന് കൊണ്ടുപോയി വിൽക്കാം. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? കുട്ടനെ കണ്ടോ? കുട്ടൻ കുറച്ചു മുമ്പ് പോയല്ല. അവൻ ഇച്ചിരി കലിപ്പിലാണ്. പറ്റൊക്കെ തീർത്തിട്ടാ പോയത്. എന്താ കാര്യം? ചേടാ, ഇത് അടയും ചക്കനെ പോലെ ആയിരുന്നല്ലോ. ഇപ്പൊ ഇതെന്ത് പറ്റി? എന്താ നിന്റെ അടുത്ത് ഒരു സ്വർണത്തിന്റെ മഴ ഉണ്ടെന്ന് പറഞ്ഞു? സ്വർണത്തിന്റെ മഴ ഉണ്ടെന്ന് പറഞ്ഞു. സ്വർണത്തിന്റെ മഴ വിറ്റിട്ട് കുറച്ച് പൈസ എനിക്ക് വേണം. എനിക്കും വേണം പൈസ. ഞാൻ നിനക്കും പൈസ തരാറില്ലല്ലേ? ഞാൻ നിനക്കും പൈസ തരാറില്ലല്ലേ? പിന്നെന്താ എനിക്ക് കുറച്ച് പൈസ തന്നാല്? പൈസ തരില്ലടാ. നീ പൈസ തരില്ലേ? നിന്നെ കൊന്ന ശേഷം വാസു നിന്നെ തോളിലേറ്റി വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി കിടത്തി. ദഹിപ്പിച്ചോടം മടുവിന്റെ കാര്യം വാസു ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ടാവൂല. അവർ തമ്മിൽ വഴക്കായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരത്തും ഗുണ്ടകളും വാസുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു.
ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല സാറേ. വാസുവിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ ചെന്ന് ബിരിയാണിയും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട് സാറേ. ഞാനൊരു സംശയം പറയട്ടെ. എന്ത്? മഴു കാശ് കൊടുക്കാതെ സ്വന്തമാക്കാൻ ഡോക്ടറാണ് നിന്നെ കൊന്നതെങ്കിലോ? അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെ വരില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ ഡോക്ടർ മഴ കൊടുക്കാൻ വരികയില്ല സാറേ. അലി ശരത്തിന് പറഞ്ഞേക്കില്ലേ? നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം സാറേ. ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെ ആത്മാക്കളെ ഓരോ കാരണം പറഞ്ഞ് തിരിച്ചു വിട്ടതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവർ ഓരോന്ന് കണ്ട് പേടിച്ച് കൊഴഞ്ഞു വീണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്. 2-3 തവണ എനിക്ക് വാണിംഗ് കിട്ടിയിട്ടുള്ളതാ. അത് ശരിയാവില്ല കൂട്ടാ. എൻ്റെ കാര്യം കൂടെ വിട്. സാറിൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചാൽ സാറേ. ആ മഴ ഇങ്ങനെ ഉപകാരമില്ലാതെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ സ്വസ്ഥത പോയല്ലേ. ഡോക്ടറാണോ വാസമാണോ വില്ലൻ എന്നറിയാൻ സാറിനും ആഗ്രഹമില്ലേ? അതറിയാതെ സ്വസ്ഥത കിട്ടൂ. അല്ലെങ്കിൽ സ്വസ്ഥത ഇല്ലാത്ത ജോലിയല്ല സാറിൻ്റെ. ഷോ, നീ ഓരോ തവണയും എൻ്റെ മർമ്മത്തിൽ തന്നെയാണല്ലോ കുട്ടാ പിടിക്കുന്നത്. ശരി, അവളെ ഒരു കാരണവശാലും ഉണർത്തരുത്. എൻ്റെ പണി കളയരുത്. ഇല്ല, വായന്നാ പോവാം നമുക്ക്. അങ്ങനെ ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല. എല്ലാവരും ഉറക്കമായതിനു ശേഷം ഒരു 3-ാം യാമത്തിന്റെ ആരംഭത്തിൽ. ഈ ആത്മാക്കളൊക്കെ സഞ്ചരിക്കുന്ന സമയം അല്ല സാറേ? അതെ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും സാറേ? അതുവരെ അങ്ങനെ ആരും വരാത്ത ഒരിടം ഞാൻ സെറ്റാക്കാം. അങ്ങനെ ആരും വരാത്ത ഒരു സ്ഥലമേ ഏത് നാട്ടിലും കാണും. അതേ സ്ഥലം? ഓ, എന്തുമാത്രം പുസ്തകങ്ങൾ എവിടെ ഇരിക്കുന്നത്! ഇതൊക്കെ ഏത് മറ്റവന്മാരാ വായിച്ചു തീർക്കുന്നത്? വായിക്കുന്നവൻ മറ്റവനാവൂല, വായിക്കാത്തവൻ മറ്റവനാവും. ദേ, സ്വർഗത്തിലുള്ളവർ മുഴുവൻ ചിരിപ്പിക്കല മൂപ്പരുടെ പരിപാടി. ദേ, MP പോൾ ഈ വിദ്വാനും അവിടെ ഉണ്ട്. അല്ല ശനിജി, അദ്ദേഹത്തെ തെമ്മാടിക്കുഴിലല്ലേ അടക്കിയത്? അപ്പൊ പിന്നെ എങ്ങനെ സ്വർഗത്തില്? മതനേതാക്കന്മാരല്ലല്ലോ ആരെവിടെ പോണെന്ന് തീരുമാനിക്കുന്നത്. ഓ, എന്നാ പിന്നെ എന്റെ സ്ഥലം നരകമായിരിക്കും. ചെയ്ത പ്രവൃത്തിയുടെ കണക്ക് വെച്ചിട്ടാണോ ചോദിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ മറക്കുന്നു. നമുക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാം. അല്ല, അപ്പൊ ഈ ആത്മാക്കളൊക്കെ ഇറങ്ങുന്ന സമയത്ത് പോവാന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയിട്ട് അല്ല എപ്പോഴാണ് ഇറങ്ങുക? ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇറങ്ങാം. ഇത് മറ്റേ മുടിയൊന്നുമില്ല. കഴിഞ്ഞു. വേവാടാ, നടന്നു വാ. ഒരു സാധനം സമ്മാനുണ്ട്. എന്താ നല്ല പോക്കായിരുന്നല്ലോ. കേട്ടോ, ധരിച്ചോളൂ. ഇതാരാ കുട്ടേട്ടാ? അയ്യോ, നീ ചിരിക്കല്ലേ ഞാൻ ആരാന്ന് പറയാം. ഇതേ കുട്ടേട്ടാ, ബോഡി ഷേമിങ്ങിന്റെ കാലം കഴിഞ്ഞു. വെറുതെ വല്ല കേസും പുലുവാലൊക്കെ ആവും. ഓ സോറി, ഞാൻ ഓർത്തില്ല. തൃപ്തിയായില്ലാണ് എനിക്ക്. ഒരാൾക്ക് വണ്ടി ഓടിച്ചോളൂ നടന്നോളാം. ഇപ്പൊ എന്തായി? ഇട്ടേ ഇടേ ഇട്ടു. ഒരു സുഖം കിട്ടിയില്ലേ? നല്ല രസമാണ് പറന്ന് നടക്കും. നീ വന്നയാലും നന്നായി. പോകുന്നിടത്ത് സ്വസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനൊന്നും പറയല്ലേ കുട്ടേട്ടാ. നിങ്ങളുടെ അല്ലേ മോള്? അവള് തറവാടിയാ. ഇദ്ദേഹത്തെ പരിചയമുണ്ടോ മുമ്പർക്ക്? ശനിജിക്ക് അറിയില്ല. ഇത് നമ്മുടെ ജ്യോതിഷരത്നം അനന്തപുത്രന്റെ മോനാ. പറഞ്ഞ അച്ചട്ടാ അല്ലടാ. എല്ലാരെയും പറഞ്ഞു പറ്റിക്കുന്ന പോലെ എന്നെയും പറ്റിച്ച് തെണ്ടി. എന്റെ ജാതകം നോക്കി 90 വയസ്സ് വരാൻ ജീവിച്ചിരിക്കുന്ന പറഞ്ഞു. ആ തരത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ വണ്ടി എടുത്ത് പോകുന്നത്. അല്ല, നീ എവിടേക്ക് തിരക്കിട്ട് പോകണ്ടായിരുന്നേ? നമ്മുടെ തലയുടെ ഷോ, ഫസ്റ്റ് ഫാൻസിന്റെ ഷോ, അത് കാണാൻ വേണ്ടിട്ടാ പോയിരുന്നത്. അതിനായിട്ടായിരിക്കും ബൈക്ക് ഓടിച്ചല്ലേ? എല്ലാം മര്യാദയ്ക്ക് ഒരു ഹെൽമെറ്റ് വെച്ചായിരുന്നെങ്കിൽ നിനക്ക് തലയുടെ പടം പിന്നെ കാണാൻ പാടില്ലായിരുന്നു. അപ്പൊ തല പൊളിഞ്ഞു പോയില്ല. അതാ ഈ സിനിമയുടെ മുമ്പൊക്കെ എഴുതി കാണിക്കുന്നില്ലേ? ആലിൻ ചോട്ടിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അവരെങ്ങോട്ടാ പോണേ? അവര് പോട്ടെ. ഏതായിരുന്നു പടം? അല്ല മെമ്പറെ, നമ്മളെന്തിനാണ് നിക്കണേ? ഒരു മനസ്സുഖം. എല്ലാവരും ഉറക്കമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ കയറാവൂ.